കുടുംബജീവിതത്തിലെ വിശുദ്ധി, പൗരോഹിത്യ സന്യാസ ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ അയോഗ്യതയോടുകൂടി കുടുംബജീവിതത്തിലെ ബലിയർപ്പണവും പൗരോഹിത്യ സന്യാസ ജീവിതത്തിലെ ബലിയർപ്പണവും നടത്തുന്ന വ്യക്തികൾ വലിയ ശിക്ഷാവിധിക്ക് കാരണമാകും. വിശുദ്ധിയോടുകൂടി വിശുദ്ധ ബലി അർപ്പിക്കുക. ഒരു കുടുംബജീവിതത്തിൽ വിവാഹമെന്ന പവിത്രമായ കൂദാശയിലൂടെ ഭാര്യയും ഭർത്താവും ഏകമായി കഴിയുമ്പോൾ അവർ ക്രിസ്തുവിലാണ് ഏകമാകുന്നത്. സ്നേഹം തന്നെയാണ് ദൈവത്തിൽ അവരെ യോജിക്കുന്നത്. സ്നേഹം തന്നെയായ ഭാര്യയും സ്നേഹം തന്നെയായ ഭർത്താവിനെയുമാണ് ദൈവം കൂട്ടിയോജിപ്പിക്കുന്നത്. അവർ തന്നെ ജീവിക്കുന്നത് സ്നേഹമായിരിക്കണം. ആ സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്നത് സ്നേഹമായിരിക്കും. അങ്ങനെ സ്നേഹവും ചേർന്ന് സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം ഒരു കുടുംബത്തിൽ ജനിക്കേണ്ടത്. മത്തൻ നട്ടാൽ കുമ്പളങ്ങ മുളയ്ക്കില്ല, കുമ്പളങ്ങ നട്ടാൽ മത്തന് മുളയ്ക്കില്ല. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിലെ പവിത്രമായ ബന്ധത്തിൽ ഉണ്ടാകേണ്ടത് സ്നേഹമായിരിക്കണം. സ്നേഹത്തിന് പകരം അവിടെ ലസ്റ്റാണ് വരുന്നതെങ്കിൽ ലസ്റ്റിൽ നിന്ന് ജനിക്കുന്നത് ലസ്റ്റ് ആവുകയുള്ളൂ. സ്നേഹത്തിൽ നിന്ന് ജനിച്ചാൽ സ്നേഹമായ കുഞ്ഞുങ്ങൾ ജനിക്കും. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ പൗത്രമായ ദാമ്പത്യ ധർമാനുഷ്ഠാന ബലിയർപ്പണത്തിൽ നിന്ന് ജനിക്കേണ്ടത് കുഞ്ഞുങ്ങൾ സ്നേഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കണം. നിങ്ങളുടെ ലസ്റ്റ് തീർത്തിട്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങളാകരുത്. ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ നടക്കുന്നത് ലസ്റ്റിന്റെ കാമസമ്പൂർത്തികൾ കൊണ്ട് നടക്കുന്ന നിന്ന് കുഞ്ഞുങ്ങളെ തടയാൻ വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെയാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ വന്ന് ഭവിച്ചു പോകുന്നത്. അങ്ങനെ ഭവിക്കുന്നവരുടെ വില ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവം നൽകുന്ന സമയത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ക്രിസ്തീയ ദമ്പതികൾക്കുണ്ടായിരിക്കണം. അവരർപ്പിക്കുന്ന ബലി പവിത്രമായ ബലിയാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ്. പരിശുദ്ധമായ വിശുദ്ധ കുർബാനയാണത്. അതുപോലെ പൗരോഹിത്യ ജീവിതത്തിൽ അർപ്പിക്കേണ്ട ബലി പരിശുദ്ധമായിരിക്കണം, പരിപാവനമായിരിക്കണം. അവർ വിശുദ്ധിയോടുകൂടി വേണം വിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടി. അവിടെയാണ്, ആ ബലിയിലാണ് യേശുക്രിസ്തു അപ്പത്തിന്റെ രൂപത്തിൽ ജനിക്കുക. കുടുംബജീവിതത്തിലെ പവിത്രമായ വിവാഹം എന്ന കൂദാശയിലൂടെ സ്നേഹം തന്നെയായ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹമായ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുമ്പോൾ അവിടെ സ്നേഹം തന്നെയായ യേശുക്രിസ്തു ആത്മരൂപത്തിൽ ജനിക്കുകയാണ്. അതുകൊണ്ട് ആ CCC 366 പറയുന്നു, ഓരോ മനുഷ്യാത്മാവും മാതാപിതാക്കളാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് ദൈവത്തിനാൽ വരുന്നതാണ്. അപ്പൊ ഓരോ മനുഷ്യാത്മാവും ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ആത്മാവിന്റെ പുത്രത്വം ആർക്കാണ്? എൻ്റെ അപ്പന്റെയും എൻ്റെ അമ്മേന്റെയും നിന്ന് ശരീരം കിട്ടിയിട്ടുള്ളൂ. എൻ്റെ മനസ്സ് എന്നിലും സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറും എൻ്റെ ആത്മാവും ദൈവത്തിന്റെ മകനാണ് ഞാൻ. എൻ്റെ ആത്മാവിന്റെ പുത്രത്വം ദൈവത്തിനാണ്, ആത്മാവായ ദൈവത്തിനാണ്. അതാണ് യാക്കോബ് ഇസഹാക്കിന്റെ, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബ് ദൈവമായ ദൈവത്തിനാണ് എൻ്റെ ആത്മാവിന്റെ പുത്രത്വം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ ആത്മാവിന്റെ പുത്രത്വം എൻ്റെ ദൈവത്തിനും, എൻ്റെ മനസ്സിന്റെ പുത്രത്വം എൻ്റെ ദൈവത്തിനാണ്. കാരണം എൻ്റെ സോഫ്റ്റ്വെയർ, എൻ്റെ ഈ കോഡിങ്, എന്നിലുള്ള ഈ മനസ്സിന്റെ സുബോധ മനസ്സിന്റെ കോഡിങ്ങും ഡീകോഡിങ്ങും എല്ലാം നടത്തുന്നത് ദൈവമാണ്. ആ ഡീകോഡിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിൽ തെറ്റില്ലാതിരിക്കുള്ളൂ. ആ ഡീകോഡ് ലോകത്തിലേക്ക് തിരിച്ചു വെച്ചിട്ടാണ് ഡീകോഡ് ചെയ്യുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ പ്രബോധനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ കൂടെ, മോട്ടിവേഷനിൽ കൂടെ ഒക്കെ ഈ ലോകത്തിന്റെ സുവിശേഷം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീകോഡ് ചെയ്തിരിക്കുന്നതും എൻകോഡ് ചെയ്തിരിക്കുന്നതും ദൈവത്തിൽ നിന്നല്ല, ഈ ലോകത്തെ നോക്കിയാണ്. ക്രിസ്തുവിനെ നോക്കി, ക്രിസ്തുവിന് അനുരൂപരായി, ക്രിസ്തുവിന്റെ മൂലഭൂതങ്ങൾക്ക് ചേർന്ന രീതിയിൽ അല്ലാതെ നിങ്ങളുടെ മനസ്സ് കോഡീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നാലും എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ അല്ല. ഈ ലോകത്തിലേക്ക് നോക്കി ലോകത്തിന്റെ പ്രീതിക്ക് അനുസരിച്ച് ലോകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ സുവിശേഷവുമായി മയം കലർത്തിക്കൊണ്ട്, ഈ മോട്ടിവേഷനിൽ കലർത്തിക്കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത് ഓരോന്നും ലോകത്തിൻ്റെതാണ്. അത് അതിന്റെ എൻകോഡിങ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ മനസ്സിൽ നിങ്ങൾ ശേഖരിച്ചിരിക്കുന്ന ഈ മനസ്സിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ സുബോധമാനം സബോധ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ ആത്മാവ് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്നതുകൊണ്ടും ഈ ലോകത്തിന് അനുരൂപരായി പ്രബോധിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ ഓരോരുത്തരും വഹിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ കളകളായി സമൂഹത്ത് മാറുകയാണ്. ആത്മാവിനെ നശിപ്പിക്കുന്ന കളകൾ. അതുകൊണ്ട് ഇവിടെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആത്മാവിന്റെ പുത്രത്വം ദൈവത്തിലാണ്. ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് ദൈവത്തിലേക്ക് തിരിച്ചു പോകണം. എൻ്റെ ആത്മാവിന്റെ പുത്രത്വം എൻ്റെ ദൈവത്തിലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ സ്വർഗസ്ഥനായ പിതാവും ഈ ദൈവവും ഈ മനുഷ്യൻ നമ്മളുടെ ബന്ധം പിതാവും പുത്രനുമാണെന്ന് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്വർഗസ്ഥനായ പിതാവേ പിതാവേ എന്ന് വിളിക്കാൻ. ദൈവം നമ്മുടെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു യജമാനനല്ല. ദൈവം നമ്മുടെ പാപജിയെ നശിപ്പിക്കാൻ വരുന്ന ഒരു കൊലപാതകിയായി വരുന്നവൻ ഒരുത്തനല്ല. ദൈവം
നമ്മളെ രക്ഷിക്കാൻ വരുന്നവനാണ്. സ്വന്തം മക്കളെ രക്ഷിക്കാൻ വരുന്നതാണ്. സ്വന്തം മക്കളെ വന്ന് രക്ഷിച്ച് വീണ്ടെടുത്ത് പിതാവുമായി കൂട്ടിയോജിപ്പിച്ച ആ ബന്ധം കൊണ്ടുവന്ന ആളാണ്. ഇനി സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നവനാണ്. അവനാണ് ദൈവം, അവനാണ് രക്ഷകൻ, അവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് എൻ്റെ ആത്മാവിന്റെ പുത്രത്വം ദൈവമാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതൊരു മാതാപിതാക്കളാൽ സൃഷ്ടിക്കപ്പെട്ടില്ല അല്ല എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 366 വ്യക്തമായി പഠിപ്പിക്കുമ്പോഴും ഈ ദൈവത്തിന് തരുന്ന ആത്മാവിനെ, ദൈവം നൽകുന്ന സമ്മാനത്തിന്, ഉദരബലത്തിന് തടയുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അനുവദിക്കാതെ ജീവിക്കാൻ അനുവദിക്കാത്തതാണ്. പണ്ട് ജോയ് ചെഞ്ചേരി അച്ഛൻ എനിക്ക് വേണ്ടി കൃപയുടെ വഴികൾ എന്ന ശാലോം ടിവിയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ അതിന്റെ കവിത എഴുതിപ്പിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ, അതിന്റെ സംഗീതം ചെയ്തപ്പോൾ, അതിനുവേണ്ടി കവിത എഴുതിയപ്പോൾ അച്ഛൻ എഴുതിയ സംഗതിയായിരുന്നു അബോർഷൻ ചെയ്തൊരു കവിതയാണ്. അത് ഇന്നും അതിൽ ടെലികാസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല, അതിന്റെ മ്യൂസിക്കിൽ പലരും കൊടുത്തു കഴിഞ്ഞിട്ടില്ല. അത് പൂർത്തീകരിക്കപ്പെട്ട അതൊരു പദ്ധതിയായിട്ട് അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി കിടക്കുന്ന സംഗതിയാണ്. കൃപയുടെ വഴികൾ എന്നൊരു പ്രോഗ്രാം കുറെ എപ്പിസോഡ് ചെയ്തു, ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. ഈ കളകളെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചില പദ്ധതികൾ ദൈവം നമ്മളെ കൂടെ ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ കയറി സാത്താൻ കയറി പല വിത്ത് വിതച്ചിട്ടും സാത്താൻ കയറി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാതെ നമ്മളെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഓരോ വിധത്തിലും വചനത്തിന്റെ മേഖല, ശുശ്രൂഷ മേഖലയിലും ഇങ്ങനെ യാതൊരുടേതായ ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ സഭയ്ക്കുള്ളിൽ അനുവദിക്കാതെ നമ്മളെ പിടിച്ചു കെട്ടിയിട്ട് സാത്താൻ കൂച്ചി കെട്ടിയിട്ട് സാത്താൻ കയറി അതിന്റെ മുകളിൽ ആധിപത്യം എടുത്തുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി പറയാനുണ്ട്. കാരണം സാത്താൻ ഇതിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്ന അത്രയും അതിശക്തമായിട്ടാണ്. ഓരോ മനുഷ്യാത്മാവ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമാണ്. അതുകൊണ്ട് കൃപയുടെ വഴിയിൽ ചെയ്തിരിക്കുന്ന അതിൽ ജോയ് ചെഞ്ചേരി അച്ഛൻ ഒരു കവിത എഴുതിയപ്പോൾ എഴുതിയതാണ്, കൊല്ലരുതേ ദൈവത്തെ കൊല്ലരുതേ, കൊല്ലരുതേ ദൈവത്തെ കൊല്ലരുതേ എന്നാ അച്ഛനെ കവിത എഴുതിയേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ ദൈവത്തെ കൊല്ലരുത് ചോദിക്കുന്നത്? ബാബു അത് മാറ്റില്ല നല്ലത്, കാരണം അബോർഷൻ ചെയ്ത് കുഞ്ഞാണ്. അച്ഛനപ്പോ പറഞ്ഞു, ബാബു എനിക്ക് ഇന്നലെ അങ്ങനെ കിട്ടി, ഞാൻ അങ്ങനെ തന്നെ എഴുതി, അത് മാറ്റത്തില്ല ബാബു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കിയത് ശരിയാണ്. കൊല്ലുന്നത് ആരെയാ? ദൈവത്തെ കൊല്ലുന്നത്. നമ്മൾ ഒരു കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കൊല്ലുന്നത് ദൈവത്തെയാണ്. കാരണം CCC 366 കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 366 വ്യക്തമായി പഠിപ്പിക്കുന്നു, ഓരോ മനുഷ്യാത്മാവും ദൈവത്തിൽ നിന്ന് വരുന്നു. ഈ ആത്മാവിന്റെ പുത്രൻ ദൈവത്തിനാണ്. ആ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന വരെ ആത്മാവ് ആരുടെ? ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ മക്കളെ അസൂയയുടെ ഓരോ മനുഷ്യാത്മാവിനെ അഭിലഷിക്കുന്നത്. ഓരോ മനുഷ്യാത്മാവും നഷ്ടപ്പെട്ടു പോകാതെ ദൈവം ഓരോ മനുഷ്യാത്മാവിനെയും അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ മക്കളുടെ ആത്മാവിനെ ദൈവം യാചിക്കുന്നത്. ആത്മാവിനെ സൈത്താന് വിട്ടുകൊടുത്ത് നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഏത് വിധേനയും എങ്ങനെയും ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ ദൈവം നോക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഈ രണ്ടാം വരവ് നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ യേശുക്രിസ്തു വരേണ്ട സമയം അടുത്തു കഴിഞ്ഞു. ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടട്ടെ, ഒരു മനുഷ്യാത്മാവ് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ വരവ് നീട്ടിവെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പറയുന്ന ചിലര് യേശുക്രിസ്തു ഇനി വരത്തില്ല, ഇയാളെന്താ ഇതുവരെ വരാത്തെന്ന് പറഞ്ഞ് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വരാതിരിക്കുന്നത് മക്കളെ ഒറ്റ കാരണം കൊണ്ടാ, വൈകിപ്പിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാ. കൂടുതൽ മനുഷ്യാത്മാക്കൾ വഞ്ചിക്കപ്പെട്ട് നശിച്ച് നരകത്തിലേക്ക് പോകാതെ സ്വർഗരാജ്യത്തിലേക്ക്, ക്രിസ്തുവിന്റെ പർദീസിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് യോഗ്യരുള്ളവരായിരിക്കണം. അറ്റ്ലീസ്റ്റ് പർഗേറ്ററിയിലെങ്കിലും കയറാൻ യോഗ്യതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. അറ്റ്ലീസ്റ്റ് പർഗേറ്ററിയിൽ ശുദ്ധീകരണ സ്ഥലത്തെങ്കിലും കടന്ന ആത്മാവ് ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട് വരാൻ വേണ്ടിയുള്ള കാലം ദൈവം അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. യേശുക്രിസ്തു തന്റെ രണ്ടാം വരവ് നീട്ടിവെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. 2029 എന്ന ഒരു ക്രൂഷ്യൽ പോയിന്റിൽ വെച്ചിട്ട്, കാരണം അപ്പോഴേ 2000 വർഷം തികയത്തുള്ളൂ. അതുകൊണ്ടാണ്, അല്ല എന്റെ പ്രവചനമൊന്നുമല്ല കേട്ടോ, അങ്ങനെ പ്രവചനവും പരിപാടിയും ഒന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ മുമ്പുള്ള മുഹൂർത്തം, അശുഭ മുഹൂർത്തത്തിൽ ചിലപ്പോൾ പലതും സംഭവിക്കാം. ഇതേ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കുക. ഒരു കള്ളൻ ഒരു ഭവനം കൊള്ളയടിക്കാൻ എപ്പോ വരുമെന്ന് അറിയാതിരിക്കുന്നത് കൊണ്ട് കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നത് പോലെ ഓരോ മനുഷ്യരായ നാം എന്നും ഉണർന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക. അവന്റെ കാലൊച്ച കേൾക്കാനായി, അവൻ ഏത് നിമിഷവും വരാനായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കാൻ ഓരോ ക്രിസ്ത്യാനി എങ്കിലും സാധിക്കണം. അല്ലാതെ ഈ ജനത്തെ മുഴുവൻ വഞ്ചിക്കുന്ന രീതിയിൽ അനുതാപത്തിന്റെ സുവിശേഷത്തിന്റെ പ്രഘോഷണം നടത്താതെ, അനുതാപ ലോകം മുഴുവൻ പോയി അനുതാപത്തിന്റെ ശബ്ദം, മാനസാന്തത്തിന്റെ ശബ്ദം പറയാനാണ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു.
ലോകം മുഴുവൻ അനുതാപം. ഇന്ന് സഭയിൽ നിന്ന് അനുതാപത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. വ്യാജ കരുണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വ്യാജ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, വ്യാജ വിധി അണപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യം പറയാൻ ആരെയും സമ്മതിക്കത്തില്ല, സത്യം പ്രഘോഷിക്കാൻ അനുവദിക്കത്തില്ല, ജീവന്റെ സുവിശേഷം പറയാൻ അനുവദിക്കത്തില്ല. ഇവിടെ മരണത്തിന്റെ കാഹള ധ്വനിയാണ് ഇവിടെ കേൾക്കുന്നത്. മരണത്തിന്റെ ശബ്ദം ആഘോഷിക്കുന്ന സുഖിപ്പിക്കുന്ന സുവിശേഷമാണ് ഇവിടെ പറയുന്നുള്ളൂ. കാതുകൾക്ക് ഇമ്പമുള്ളതാ പറയുന്നുള്ളൂ. ഇമ്പമുള്ള സുവിശേഷകരെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ത്വരയാണ് അച്ഛന്മാരിലും കന്യാസ്ത്രീയിലുമാരും ശുശ്രൂഷകളിലും മേഖലയിലും പള്ളികളിൽ പോലും സംഭവിക്കുന്ന ഇതാണ്. സത്യം പറയാൻ ഇവിടെ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും, രണ്ടാം വരവ് മിണ്ടിപ്പോയെന്ന് പറയത്തുള്ളൂ, മിണ്ടിപ്പോയ കഴിഞ്ഞ പ്രശ്നമാണ് എന്ന് പോലെ പറഞ്ഞ് തടഞ്ഞു വെച്ചുകൊണ്ട് ഈ മനുഷ്യാത്മാക്കളെ മുഴുവനും വഞ്ചിക്കുന്ന രീതിയിൽ അനുതാപത്തെ കുറിച്ച് പറയുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞു, പാപിനിയായ സ്ത്രീയോട് നിന്നെ ഞാനും വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ആ മേലിൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ട യേശുവിന്റെ ശബ്ദത്തിൽ നിന്നാണ് ആ പാപിനിയായ സ്ത്രീക്ക് മാനസാന്തരം ഉണ്ടാവുന്നു. അതാണ് കരുണയുടെ ശബ്ദം, കരുണയുടെ ശബ്ദം. എന്നാൽ വ്യാജകരുണ, അതാണ് പറയുന്നത്. കരുണ എന്ന് പറഞ്ഞ അനുദപിക്കുന്ന പാപിയോട് കരുണ കാണിക്കുന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം. എന്നാൽ സാത്താന്റെ കരുണയുടെ ലക്ഷ്യം എന്താണ്? സാത്താന്റെ കരുണ എന്ന് പറയുന്നത് അനുദപിക്കാത്ത പാപിയെ നിങ്ങൾക്ക് ഞാൻ കരുണ തരുന്നു, അനുദപിക്കാത്ത പാപിയോട് പാപങ്ങളെല്ലാം പുറത്തു തരുന്നു, നിങ്ങൾ പരമകാരുണ്യവാനാണ് ഞാൻ എന്നേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പോലുള്ളവരെ പറഞ്ഞ് മുഹമ്മദ് വന്ന് 1000 പേരുടെ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞാലും അതിനെയാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഇതാണ് കള്ളക്കരുണ, ഡെവിൾ. യഥാർത്ഥ കരുണ ദൈവം സ്നേഹമാണ്, കരുണയാണ്, അതിലെ മായമില്ല. പത്തരം മാറ്റ തങ്കമായ കരുണയാത്. അനുദപിക്കുന്ന പാപിയെ അനുതാപത്തിലേക്ക് നയിക്കുക, പാപി അനുതാപത്തിലേക്ക് നയിക്കുന്ന കരുണയാണത്. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് മാർപ്പാപ്പയുടെ മുതൽ, മത്രാന്മാരുടെ മുതൽ, പുരോഹിതന്മാരുടെ മുതൽ, സന്യാസിനിമാരുടെ മുതൽ ഓരോ ബൈബിൾ പ്രഘോഷകരുടെയും ശുശ്രൂഷകരുടെയും ശബ്ദം എന്തായിരിക്കണം? മേലിൽ പാപം ചെയ്യരുത്, നിന്നെ ഞാനും വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ചെയ്ത പാപത്തെ ഓർത്ത് നിങ്ങൾ അനുദപിച്ച് കുമ്പസാരിക്കുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. അനുദപിക്കുക, കുമ്പസാരിക്കുക, കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുക. കർത്താവേ, പാപിനെയാണ് ഞാൻ, പാപിയാണ്. അവിടുന്ന് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ജനിക്കാൻ അനുവദിക്കാത്ത കൊലപാതകിയാണ് ഞാൻ, വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞ കൊലപാതകിയാണ് ഞാൻ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. അനുദപിക്കണം, അനുദപിച്ച് കരണം, പരിഹാരം ചെയ്യുക. ഇന്നും വേദനയോടും വിഷമത്തോടും സങ്കടത്തോടും കൂടി ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ പൂർണ്ണ മനസ്സോട് സ്വീകരിച്ചുകൊണ്ട് കഷ്ടപ്പാടിൽ നിന്ന് ചേമ്പും താളും പാവയ്ക്ക തോരനും കണ്ട പച്ചിലയൊക്കെ പറിച്ചു തിന്ന് കറി വെച്ച് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ, പ്രസവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇവിടെ. അവരൊക്കെ 5-6 മക്കളെ പെറ്റിട്ടാ, 5-6 മക്കളെ പെറ്റിട്ട് അവരത് ചെയ്യും തോറും പാപത്തിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹമേ, ഓർത്തു വെച്ചുകൊള്ളുക. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ മനസ്സില്ലാതെ കുതിര കൊട്ടിയടച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാർത്ഥമതികളായിരിക്കുന്ന, അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ് സ്നേഹമുള്ള മനസ്സുകളിലെ കുഞ്ഞുങ്ങൾ ജനിക്കത്തുള്ളൂ. സ്നേഹത്തിന് പകരം സ്വാർത്ഥത കയറി വന്നപ്പോൾ അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നില്ല. സ്വാർത്ഥതയോടാണ് കുഞ്ഞുങ്ങൾ ജന്മം നൽകാതെ. എനിക്ക് ഒന്നിനെ മതി, ഒന്നിനെ പോറ്റോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന ധാർഷ്ട്യവും അഹങ്കാരവും സ്വാർത്ഥതയും സെൽഫിഷ്നെസ്സും ഈ മനുഷ്യ സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നഷ്ടപ്പെട്ടു കൊണ്ടുവരിക്കുന്നവരാണ്. അവര് ഈ നേടിയെടുക്കുന്ന സ്വർഗം നഷ്ടപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു കുരിശിൽ നേടിത്തന്നിരിക്കുന്ന ഈ റീഗെയിൻഡ് പാരഡൈസിനെ അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ തന്നെ ശിക്ഷാവധി അവർ ഇരുന്ന് വാങ്ങുകയാണ്. അവരുടെ തന്നെ ശിക്ഷാവധി അവർ ഇരുന്ന് വാങ്ങുകയാണ്. അവരെല്ലാം പലരും ഡൈവേഴ്സായി പോകുന്നു. ഗർഭിണികളാവുന്നതിനെ നോക്കി അവർ ശപിക്കുന്നു, അവർ ബന്ധനത്തിൽ കിടക്കുക. അതുകൊണ്ട് ഗർഭിണികളോട് പറയുന്നു, മലന്ന് കിടന്ന് സൂചിച്ചിട്ടില്ല എനിക്ക് കൊച്ചുണ്ടാവുന്നവരെ ചോദിക്കുന്ന സ്ത്രീകൾ വരെയുന്നുണ്ട്. അവരുടെ മക്കളും മക്കളുടെ തലമുറകളും കുഞ്ഞുങ്ങളിൽ അവസിക്കുകയാണ്, വിവാഹം നടക്കാൻ അവസിക്കുകയാണ്, വിവാഹം കഴിച്ചവർ വരെ ഡൈവേഴ്സ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ചെന്ന് ശിക്ഷാവധി ചോദിച്ച് എരന്ന് വാങ്ങുകയാണ്. അടുത്ത ഒരു വീഡിയോ ഞാൻ പറയും, എന്റെ അഭിഷക്തയെ തൊട്ടുപോകരുത് എന്നതിൽ ഞാൻ വിശദമാക്കുവത്. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ ശിക്ഷാവിധി ഇരുന്നവയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഇസ്ലാമിക അധിനിവേശത്തിന്റെയും ആധിപത്യത്തിന്റെയും ഒക്കെ സകലത്തിന്റെയും പ്രശ്നം, ക്രൈസ്തവരെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ യോജിച്ച വിധത്തിലല്ല, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ സഭയ്ക്ക് യോജിച്ച വിധത്തിലല്ല. നമ്മുടെ ഓരോരുത്തരും പോകുന്ന വഴി ക്രിസ്തുവിന്റെ വഴിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ജീവന്റെ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധിയോടെ വിശുദ്ധ ബലി അർപ്പിക്കുകയോ വിശുദ്ധിയോടെ വിശുദ്ധ ബലി സ്വീകരിക്കുകയോ ചെയ്യാൻ സാധിക്കാതെ അയോഗ്യതയോടെ കർത്താവിന്റെ പാനപത്തിൽ ഭക്ഷിച്ച് നിങ്ങൾ പലരും ശിക്ഷാവിധി കാരണമായിരിക്കുന്നു, പലരും മരിക്കുവാൻ പോലും കാരണമായിരിക്കുന്നു, പലരിലും പിശാച് കയറിയിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നിന്ന് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്ന
യൂദാസ് കറിയാത്തയിലാണ് തൽഫലമായി പിശാച് കയറിയെന്ന് യോഹന്നാന്റെ സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത്. പലരും സാത്താന്റെ പുറകെ പോയിരിക്കുന്നു. അയോഗ്യതയോടുകൂടി കർത്താവിന്റെ പാനപത്തിൽ നിന്ന് ഭോജിക്കാതെ കർത്താവിന്റെ പാനപത്തിൽ നിന്ന് യോഗ്യതയോടെ ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തരും സാധിക്കട്ടെ. ജീവന്റെ വശമായ കത്തോലിക്കേസ് എന്ന് ആ ജീവന്റെ കനി യോഗ്യതയോടെ നന്മകളെ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മ തന്നെയായ മനുഷ്യനായിക്കൊണ്ട് യോഗ്യതയോടെ ആ പാനപാത്രത്തിൽ നിന്ന് ആ ജീവന്റെ വശത്തിൽ നിന്ന് ആ കനി പറിച്ച് ഭക്ഷിക്കുവാൻ നിങ്ങൾ യോഗ്യരാഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ കുരിശുമരണം, ക്രിസ്തു വീണ്ടെടുത്തു തന്ന ആ പറുദീസ അത് നഷ്ടപ്പെടുത്തരുതേ എന്നാണ് കേണപേക്ഷയ്ക്ക് നിങ്ങളോട് കേണപേക്ഷിക്കാനുള്ളൂ.